രാത്രികാല നിരോധനത്തിനെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ പിഴ ചുമത്തിയതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് NIT മാർച്ച് നടത്തിയ SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. 40ഓളം SFI പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. മാർച്ചിനിടെ കുന്നമംഗലം SI രമേശിന് പരിക്കേറ്റിരുന്നു. പൊതുമുതൽ നശിപ്പിക്കൽ, ജോലിക്കിടെ പോലീസ് ഉദ്യോഗസ്ഥനെ പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത്. മിഥില ബാലൻ കോഴിക്കോട് ചേർന്നു. മിഥില, ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് മെയിൻ ഗേറ്റ് അടച്ചു എന്ന് പറഞ്ഞ് 33 ലക്ഷം രൂപയാണ് പിഴയിട്ടത്. ഇതിനെതിരെ പ്രതിഷേധിച്ചതിന് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. വിവരങ്ങൾ സുഹേൽ സൂചിപ്പിച്ചതുപോലെ തന്നെ NIT രാത്രികാല നിരോധനത്തിനെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ പിഴ ചുമത്തിയതിലായിരുന്നു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമുയർന്നത്. ഇതിനെ തുടർന്നായിരുന്നു ഇന്ന് വൈകുന്നേരം SFI NIT മാർച്ച് നടത്തിയത്. ഈ മാർച്ച് പോലീസ് NIT കവാടത്തിന് സമീപം തന്നെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. എന്നാൽ ബാരിക്കേഡുകൾ മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചു. ഈ ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കുന്നമംഗലം SI രമേശിന് കാലിന് പരിക്കേറ്റത്. ഈ ഒരു സംഭവം ഒപ്പം തന്നെ പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. കണ്ടാൽ അറിയാവുന്ന 40ഓളം SFI പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പൊതുമുതൽ നശിപ്പിക്കൽ ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥനെ ഡ്യൂട്ടിക്കിടെ പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. സുഹേൽ, അനീതിക്കെതിരെ പ്രതിഷേധിച്ചതിന് പിഴയ്ക്കെതിരെ പ്രതിഷേധിച്ചതിന് കേസ്. മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.